നമസ്കാരം. കെട്ടിട നിർമ്മാണ സംബന്ധമായ അറിവുകൾ ഷെയർ ചെയ്യുന്ന മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് മലർകണ്ടി. മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഒരു വീടിൻ്റെ അകത്തളം ഹൈറ്റ് കൂട്ടാൻ ചെയ്യേണ്ട ഒരു ട്രിക്ക് എന്താണെന്ന്. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു ട്രിക്കാണ് വീടിൻ്റെ അകത്തളം വിശാലമല്ല, അല്ലെങ്കിൽ കയറി വരുമ്പോൾ കൂടുതൽ വലുപ്പം തോന്നിക്കുന്നില്ല. ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകുന്ന സമയത്ത് വളരെ കുടുങ്ങിയ പോലെ തോന്നുന്നു എന്നെല്ലാം പലർക്കും അഭിപ്രായമുണ്ട്. അവരുടെ വീട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യത്തിൽ അവർ ആദ്യമേ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. എന്നാൽ ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ തീർച്ചയായും അതിനൊരു പരിഹാരമാകുമെന്നാണ് വിശ്വാസം. പലരും വീടുണ്ടാക്കുന്ന സമയത്ത് ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് പോകും. ഡൈനിങ്ങിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്റ്റെയർ കേസോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്പണിങ്ങുകളുള്ള അതല്ലെങ്കിൽ കോമൺ ഏരിയാസ്, നമ്മൾ ചില സമയം കോട്ടയാടാകും, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കും ഇങ്ങനെയൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി കുറേ കോമൺ സ്പേസുകൾ ഉണ്ടാക്കും. എന്നാൽ അവിടെയെല്ലാം ചില പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. കാരണം ഓപ്പണിങ്സ് വളരെ ചെറുതായിരിക്കും. ലിവിംഗ് റൂമിൽ ഫർണിഷിങ്ങിനൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ 1 മീറ്ററോ 1.10 വീതിയുള്ള ചെറിയൊരു ഓപ്പണിങ്ങിലൂടെ ആയിരിക്കും ഡൈനിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഡൈനിങ് റൂം കാണുക. അതേമാതിരി മറ്റൊരു കോമൺ സ്പേസിലേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു ഓപ്പണിങ്ങിലൂടെ അവിടേക്ക് പോകും. സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ടാവും. സ്റ്റെയർ കേസ് ഒരു റൂം മാതിരിയൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ആ സ്റ്റെയർ കേസിലേക്ക് പോകണമെങ്കിൽ ഒരു 1 മീറ്ററിൻ്റെ ചെറിയൊരു ഓപ്പണിങ്ങിലൂടെ കയറിയിട്ടായിരിക്കും സ്റ്റെയർ കേസിൽ എത്തുക. ഈ സ്റ്റെയർ കേസ് മറ്റൊരു കോമൺ സ്ഥലത്ത് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണില്ല. ഇത് തന്നെയാണ് ഇവരുടെ പ്രശ്നം. ഈ വീടിന് അകത്തളം ഒരിക്കലും വിശാലമായി തോന്നില്ല. അതിനുള്ള പരിഹാരം ഓപ്പണിങ്ങുകളെല്ലാം വലുതാക്കുക എന്നതാണ്. കാരണം നിങ്ങൾക്ക് ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിന് എത്ര സൈസ് വേണമെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേക സൈസ് ഒന്നും പറയാൻ കഴിയില്ല. എന്നാലും ഒരു 5 ഫീറ്റിൽ കൂടുതൽ ഓപ്പണിംഗ് വലുതാകുമ്പോഴേ നിങ്ങൾക്ക് ആ റൂമിൽ നിന്ന് മറ്റു റൂമിലേക്കുള്ള ആ വിഷൻ നിങ്ങൾക്ക് കൂടുതൽ നന്നാവുകയുള്ളൂ. ചില സമയങ്ങൾ 180 കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കിട്ടും. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് TV എല്ലാം വെക്കാൻ നല്ലൊരു സ്പേസ് നിങ്ങൾ മാറ്റി വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാളിൽ സ്പേസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ തുറന്നിടുക. കാരണം ഒരു സൈഡിൽ വേണമെങ്കിൽ ഒരു 60 സെൻറ്റിമീറ്റർ മാത്രം കോർണർ മാത്രം കെട്ടിയിട്ട് ബാക്കിയുള്ള ഫുൾ ഓപ്പണിങ് നിങ്ങൾ തുറന്നിട്ടിട്ട് ഇതിൻ്റെ സ്ലാബിൽ ബീം ചെയ്തുകൊണ്ട് വലിയൊരു ഓപ്പണിങ് വരുന്ന സമയത്ത് അത് വീട് വലുതാകും. ലിവിങ്ങും ഡൈനിങ്ങും തമ്മിൽ കാണുമ്പോൾ വളരെ വലുപ്പം തോന്നും. ഇനി അതല്ല, നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു പ്രൈവസിയുടെ പ്രശ്നമുണ്ട്. ലിവിങ്ങും ഡൈനിങ്ങും തുറന്നു വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് കാണില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അതിന് ഞാൻ പറയുന്നത്, ഇത് നിങ്ങളിങ്ങനെ ചുമര് കെട്ടിയിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സ്ഥിതി വരുമ്പോഴാണ് അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഓപ്പണിങ്സ് വലുതാക്കി ചെയ്തതിന് ശേഷം ഒരു ലൈറ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ മൾട്ടിവുഡോ പ്ലൈവുഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു ചെറിയ ലൈറ്റ് പാർട്ടീഷൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് ചെറിയൊരു മറവ് സൃഷ്ടിക്കുക. എന്നാൽ അത് മുഴുവൻ അടയ്ക്കാനല്ല പറയുന്നത്, വലിയ ഓപ്പണിങ്ങുകൾ വെച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ 2 സൈഡിൽ ഓപ്പണിങ് വെച്ച് നടുവിൽ ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു 150യുടെ ഓപ്പണിങ് നമ്മളൊരു സ്ഥലത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും പാർട്ടീഷൻ ചെയ്യാം. നമുക്ക് ഫോൾഡിംഗ് ടൈപ്പൊക്കെ ചെയ്യാം. അതുപോലെ സ്റ്റെയർ കേസിനൊന്നും അടച്ചിടാതെ ഡൈനിങ്ങിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ തീർച്ചയായും അതിലൂടെ ഒരു സ്റ്റെയർ കയറി പോകുന്നതായിട്ട് അതിൻ്റെ ഇടയിൽ ചുമര് ചെയ്യാതിരിക്കുക. അവിടെ എന്തെങ്കിലും ഡീറ്റെയിലിംഗ്, ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിലൊക്കെ ആണെങ്കിൽ വളരെ രസമുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ചുമര് നേരെ ആ പാർട്ടീഷനിൽ നിന്ന് മാറി തൊട്ടടുത്ത സ്റ്റെയർ കേസ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് മാറും. നിങ്ങളുടെ ഡൈനിങ് റൂം വലുതാകും. ഇത് തന്നെയാണ് വേണ്ടത്. കാരണം ഡൈനിങ്ങും സ്റ്റെയറും കൂടി ഒന്നിച്ചാണെങ്കിൽ, ഒരു സൈഡിൽ സ്റ്റെയറും ഒരു സൈഡിൽ ഡൈനിങ്ങും ആണെങ്കിൽ ഇടയിലൊരു ചുമരുണ്ടെങ്കിലാണ് ഇത് തടസ്സം ഉണ്ടാക്കുക. ആ തടസ്സം നിങ്ങൾ ഒഴിവാക്കിയിട്ട് അവിടെ എന്തെങ്കിലും ഡീറ്റെയിലിംഗ് ചെയ്താൽ മതി. ഹാൻഡ് റെയിൽ തന്നെ ഉയർത്തിയിട്ട് ഒരു പാർട്ടീഷൻ പോലെയോ അതല്ലെങ്കിൽ വെറും ഒരു ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിലൊക്കെ ആണെങ്കിൽ അത് നല്ല രസമുണ്ടാകും. അതിനുശേഷം നിങ്ങളുടെ സ്റ്റെയർ കേസിൻ്റെ പുറത്തെ ചുമരാണ് ഡൈനിങ്ങിൻ്റെ ചുമരായിട്ട് തോന്നിക്കുക. അതുകൊണ്ട് തന്നെ ആ ഡൈനിങ് റൂമിന് സൈസ് ഒരു 3 മീറ്ററും സ്റ്റെയർ കേസിൻ്റെ സൈസ് 2 മീറ്ററും ആണെങ്കിൽ 5 മീറ്റർ ഡിസ്റ്റൻസിലാണ് പിന്നെ നിങ്ങളുടെ ഡൈനിങ് റൂമിൻ്റെ ഒരു പുറം ചുമര് കാണുക. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ നോക്കുന്ന സമയത്ത് വളരെ വിശാലമായി തോന്നും. ഇങ്ങനെ ഓപ്പണിങ്ങുകൾ വലുതാക്കി തന്നെ നിങ്ങളുടെ വീടിൻ്റെ അകത്തളം വിശാലമാക്കാവുന്നതാണ്. ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.